പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്ലാന്റ് ടാങ്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതാണ് എൻ്റെ അക്വേറിയം. കഴിഞ്ഞ 6 വർഷമായി ഞാൻ യൂസ് ചെയ്യുന്ന അക്വേറിയമാണിത്. കഴിഞ്ഞ 3 വർഷം ഞാൻ ഈ ഒരു ടാങ്ക് ഒരു പ്ലാന്റ് ടാങ്കായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചൈനീസ് ടാങ്കാണ്. ഇപ്പോൾ നിലവിൽ ഇത് കംപ്ലീറ്റ് ഡക്ക് വീടും അതേപോലെ ഫംഗസും ആൽഗയും നിറഞ്ഞിരിക്കുകയാണ്. അതിന് മെയിൻ റീസൺ ലൈറ്റിംഗ് ആണ്. പ്രധാനമായും 3 ബ്രാൻഡുകളാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. ഒന്ന് ഇഹിയം, രണ്ടാമത് ADA, മൂന്നാമത് ഡൈമാക്സ്. പിന്നെ നിങ്ങൾ ഈ കാണുന്നതാണ് CO2 ഡിഫ്യൂസർ. CO2 ഡിഫ്യൂസർ CO2 ചെടികൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കറക്റ്റ് അളവിൽ CO2 ചെടികൾ കൊടുത്തില്ലെങ്കിൽ ഉറപ്പായും പ്ലാന്റ് ഡെഡ് ആവും. അതിലൊരു സംശയം വേണ്ട. ഈ ചുറ്റും കാണുന്നത് മോസാണ്, പിന്നെ താഴെ കാണുന്നത് ഡക്ക് വീടും, പിന്നെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഷ്രിംപ്സിനെയും അതേപോലെ ചെറിയ ചെറിയ നിയോൺ ടെട്രാസിന് കാണാൻ പറ്റും. ഇതാണ് ടാങ്കിൻ്റെ സൈസ്, വെള്ളത്തിൻ്റെ pH ലെവൽ, കറൻറ്റ് ലൈറ്റിംഗ് സിസ്റ്റം ഫ്രം സാരോ 50 വാട്ട് LED. ഇതാണ് ഫിൽട്രേഷൻ ഫ്രം ഇഹിയം. ഇതാണ് ഡൈമാക്സിൻ്റെ CO2 സിലിണ്ടർ. സോനോഫ് കൺട്രോൾ പാനലാണിത്. ഇത് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ അക്വേറിയം കംപ്ലീറ്റ്ലി ഞാൻ എൻ്റെ മൊബൈലിൽ നിന്നും കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ തുടങ്ങാൻ പോവാണ്. ആദ്യമായിട്ട് പെയിൻ്റ് അടിയാണ്. കംപ്ലീറ്റ് സ്റ്റാൻഡും ബ്ലാക്ക് പെയിൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ലൈറ്റ് കൊടുത്തേക്കുന്ന സ്റ്റാൻഡ് മാത്രം നമ്മൾ എന്ത് ചെയ്യും, സിൽവർ കൊടുക്കും. ബാക്കി കംപ്ലീറ്റ് നമ്മൾ കൊടുക്കുന്നത് ബ്ലാക്ക് പെയിൻ്റാണ്. നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. പെയിൻറ്റിംഗ് ആണ് ചെയ്തത്. ഫസ്റ്റ് കംപ്ലീറ്റ് ബ്ലാക്ക് ആണ് കൊടുത്തത്. 2 കോട്ട് കൊടുത്തു. അങ്ങനെ ഞാൻ അക്വേറിയം ക്ലീൻ ചെയ്യാൻ പോവാണ്. ക്ലീൻ ചെയ്യും മുന്നേ ഞാൻ ഗ്ലൗസ് ധരിക്കും. കാര്യം അക്വേറിയം ക്ലീൻ ചെയ്യും മുന്നേ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് റിമൂവ് ചെയ്യുന്നത്. ലാവ റോക്സ്, അതിന് മുകളിൽ വെച്ചേക്കുന്നത് ജാവ മോസാണ്. ഇത് ഡ്രിഫ്റ്റ് വുഡാണ്. അത് സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് അത് ഒട്ടിച്ചത് 2 എണ്ണം. ഇത് സാധാരണ നമ്മൾ കാണുന്ന റിവർ റോക്സ് ആണ്, അഥവാ റിവർ പെബിൾസ്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഡ്രിഫ്റ്റ് വുഡും റോക്സും റിമൂവ് ചെയ്തതിന് ശേഷം ചെടികൾ ഒന്നൊന്നായിട്ട് വേരോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, വേറെ ഒരു ബക്കറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്, ഒരു നെറ്റ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഡക്ക് വീട് നമ്മൾ എന്ത് ചെയ്യും, സ്കൂപ്പ് ചെയ്യുകയാണ്. കംപ്ലീറ്റ് നമ്മൾ കളയണം ഡക്ക് വീട്. നമുക്ക് ചെയ്യാനുള്ളതാണ് സോയിൽ റിമൂവൽ. കംപ്ലീറ്റ് സോയിൽ നമ്മൾ ടാങ്കിൽ നിന്ന് ഒരു ബക്കറ്റിലേക്ക് മാറ്റുകയാണ്. ADAയുടെ അമസോണിയ ആണ് ഞാനിവിടെ യൂസ് ചെയ്തത്. 3 ലെയർ ഉണ്ട്. അത് മൊത്തം ഞാൻ കംപ്ലീറ്റ്ലി മാറ്റുകയാണ്. പ്ലാന്റ് ഗ്രോത്തിന് ഏറ്റവും ഹൈലി റെക്കമെൻഡഡ് ആയ ഒരു സോയിലാണിത്. പിന്നെ ഈ വെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികൾ വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. ഹൈലി ന്യൂട്രീഷ്യസ് ആയ വെള്ളമാണിത്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളതാണ് ടാങ്കിൻ്റെ ഗ്ലാസ് ക്ലീനിങ്. കംപ്ലീറ്റ് ആൽഗയെ നമ്മൾ എന്ത് ചെയ്യും, ക്ലീൻ ചെയ്തെടുക്കും. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് വിനീഗറും ലെമണും യൂസ് ചെയ്ത ഒരു സൊല്യൂഷനാണ്. അത് സാധാരണ ഡിഷ് വാഷർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യുക. ടാങ്കിന് ഓവറായിട്ട് വരം കൊടുക്കരുത്. വരം കൊടുത്ത ടാങ്ക് ഗ്ലാസ് പൊട്ടും. ഇത് കംപ്ലീറ്റ്ലി നമുക്ക് റിലയബിളാണ്, ഫിഷ് ഫ്രണ്ട്ലിയുമാണ്.
കണ്ടില്ലേ, വളരെ ഈസി ആയിട്ടാണ് ഞാൻ ഇത് ക്ലീൻ ചെയ്തെടുത്തത്. അങ്ങനെ നമ്മളുടെ നെക്സ്റ്റ് സ്റ്റേജാണ് അക്വാസ്കേപ്പിംഗ് ആണ്. അക്വാസ്കേപ്പിംഗ് നമ്മൾ ടാങ്ക് ചെയ്യും മുന്നേ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു എന്താ പറയുക സ്കേപ്പ് നമ്മൾ നിലത്ത് ചെയ്ത് നോക്കുകയാണ്. നമുക്കിഷ്ടപ്പെട്ട ആ ഒരു മോഡൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് ടാങ്കിലേക്ക് കൊണ്ടുവരും. കംപ്ലീറ്റ് റോക്സും ആദ്യം നമ്മൾ ചെയ്യുന്ന റോക്സാണ് വെക്കുക. അതിന് ശേഷമാണ് നമ്മുടെ സബ്സ്ട്രേറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. ഇതാണ് ഞാൻ ഈ ഒരു അക്വാസ്കേപ്പിങ്ങിനോട് യൂസ് ചെയ്യുന്ന ടൂൾസ്. പലതിനും പല യൂസാണുള്ളത്. ചൈനയിൽ നിന്നാണ് ഈ സംഭവം കംപ്ലീറ്റ് ഞാൻ ഇമ്പോർട്ട് ചെയ്തത്. ആദ്യം നമ്മൾ സോയിലാണ് ഇടുന്നത്. ആമസോണിയൻ്റെ സോയിലാണ് നമ്മൾ ആദ്യം ഇടുന്നത്. അത് കല്ലുകളുടെ ബാക്കിലായിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. അതിനുശേഷം മരം ഡ്രിഫ്റ്റ് വുഡ് നമ്മൾ വെക്കും. നെക്സ്റ്റ് സ്റ്റെപ്പാണ് സാൻഡ് ക്ലീനിങ്. ഞാൻ യൂസ് ചെയ്യുന്നത് വൈറ്റ് ഫൈൻ സാൻഡാണ്. ഇത് ടാങ്കിലിടും മുന്നേ 2-3 വട്ടം ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ടാങ്കും ക്ലൗഡി ആകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ഇതിനകത്തുള്ള കംപ്ലീറ്റ് ഇമ്പ്യൂരിറ്റീസും റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ടാങ്കിലിടാൻ പറ്റുള്ളൂ. ടാങ്കിൽ സാൻഡ് ഇടും മുന്നേ ടാങ്കിൽ കംപ്ലീറ്റ് ഒന്നുകൂടെ എന്ത് ചെയ്യുക, ടിഷ്യൂ എടുത്തിട്ട് ഓരോ മൂലയും തുടച്ചെടുക്കുക. ഇത് നോർമൽ റിവർ സാൻഡാണ്. ഇതാണ് ഞാൻ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫൈനലി നമ്മൾ വൈറ്റ് സാൻഡ് കൂടി ആഡ് ചെയ്യാണ്. ഇതോടെ നമ്മളുടെ അക്വാസ്കേപ്പിങ്ങിലെ ഫസ്റ്റ് വീഡിയോയുടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്ലാന്റ്സ് അതേപോലെ തന്നെ ഫിഷ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് വീഡിയോയിൽ വരിക. അത് അടുത്ത ശനിയാഴ്ച ഉണ്ടാവും. സോ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.